അപ്പോൾ നഴ്സ് പ്രാക്ടീഷണർ എനിക്ക് ബാഡ്ജൊക്കെ തന്നു എൻ്റെ പേര് എഴുതിയത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര ടൈം എടുക്കും? അപ്പോൾ പറഞ്ഞു കുറച്ച് ടൈം എടുക്കും. കാരണം ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടെന്ന്. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരുപാട് പേരുണ്ട്. ഞാൻ ചെന്നിരിക്കുമ്പോൾ കാണുന്ന എൻ്റെ മുന്നിൽ ഒരു അപ്പൂപ്പൻ അതായത് ഫ്രാക്ചേർഡ് ആയിട്ട് 2 കൈ വിരലും അതുപോലെ തന്നെ ഒരു കൈയും ഫ്രാക്ചേർഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ചെല്ലുന്നതിന് മുന്നേ പുള്ളിക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇതേപോലത്തെ കണ്ടീഷൻസ് ആയിട്ട് വന്നവരാണ്. ആരുടെ പേരും വിളിക്കണം ഞാൻ അവിടെ കേട്ടില്ല അത്രയും നേരം ഇരുന്നിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തൊരു മലയാളി ഫാമിലി. ആ ചേട്ടനും ചേച്ചിക്കും ആ ചേട്ടന് ബിപി വേരിയേഷൻ ആയിട്ട് വന്നതാണ്. അവര് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ആ ചേട്ടൻ്റെ പേര് വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ സ്റ്റാർട്ടിങ്ങിലും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ അവരെ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി വിളിച്ചത്. വന്നൊരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ബ്ലഡ് ടെസ്റ്റിന് വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് അവർ വന്നു. ആ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 14 മണിക്കൂർ അവർ ഇവിടെ എടുത്തു. അതായത് ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നിട്ട് 1 മണി വരെ വെയിറ്റ് ചെയ്തിട്ടും ലാസ്റ്റ് എനിക്ക് കാണാൻ പറ്റിയില്ല. അവിടെയുള്ള ആരെയും ഒരു ഡോക്ടറും കാണുന്നത് ഞാൻ കണ്ടില്ല സത്യത്തില്. അതിനുശേഷം വേറൊരു മലയാളി ചേട്ടനെ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ അവിടെ രാവിലെ 10 മണി തൊട്ട് വെളുപ്പിന് 1 മണി വരെ ഞാൻ വരുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് 1 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇനി നിന്നാലും എൻ്റെ പേര് വിളിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ നാളെ എങ്ങാനും ഇത് വന്ന് കാണിക്കാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇനി ഞാൻ വീണ്ടും വന്നിട്ട് ഇതേപോലെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാണ് വന്നത്. കാര്യം ഇതല്ലാതെ വേറൊരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ പോവുകയാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. അവിടെയുള്ള ആരും പ്രതികരിക്കണം ഞാൻ കണ്ടില്ല. എല്ലാവരും ഈ ഐറിഷുകാരാണെങ്കിലും ഇവിടെയുള്ള ആരാണെങ്കിലും ഭയങ്കര വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഒരുപാട് പേര് അവരുടെ എന്താ പറയുക പുതയ്ക്കാനുള്ള പുതപ്പ്, പിന്നെ വലിയ കന്നാസ് നിറച്ച് വെള്ളം, ഫുഡ് ഇതൊക്കെ കൊണ്ടുവന്ന അവരുടെ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്. കാരണം ഈ അടുത്തൊന്നും ഡോക്ടറെ കാണാൻ പറ്റത്തില്ല എന്ന്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം ഭയങ്കര വേഴ്സ്റ്റാണ്. സത്യം പറയാലോ, നമ്മുടെ നാട് ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഡെവലപ്ഡ് കൺട്രിയും കൂടിയല്ല. എന്നിരുന്നാൽ കൂടി ഒരു മെഡിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ പബ്ലിക്കിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റും. ഈ 7-8 ഞാൻ മാക്സിമം 9 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പേര് പോലും അവർ വിളിച്ചില്ല. എൻ്റെ ഫ്രണ്ട് ഇടയ്ക്ക് പോയി ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് വേദന ഉണ്ടെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ പാരസെറ്റമോൾ തരാമെന്ന്. പാരസെറ്റമോൾ കഴിക്കാനാണെങ്കിൽ എനിക്ക് വീട്ടിലിരുന്ന് കഴിച്ചാൽ പോരെ. ഞാൻ അവിടെ പോയിട്ട് പാരസെറ്റമോൾ കഴിക്കേണ്ട ആവശ്യമില്ല. എക്സ്റേ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഓക്കെ എൻ്റെ സിറ്റുവേഷൻ കുറച്ചും കൂടെ ചെറുതായിരുന്നു. ഓക്കെ ഞാൻ ഇത്രയും നേരമായിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഒരു ജസ്റ്റ് ഒരു ചെസ്റ്റ് ഡിസ്കംഫർട്ട് ആയിരുന്നു. ബാക്കി ഒരുപാട് അതിലും വലിയ പ്രശ്നങ്ങളായിട്ട് വന്നവരുണ്ടായിരുന്നു. അവരെ പോലും നോക്കിയിട്ടില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാടുണ്ടല്ലോ സ്വർഗം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനി ഇവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്താണെങ്കിലും ആരെടുത്താലും എനിക്ക് പറയാനുള്ളത് ആരോഗ്യം സൂക്ഷിക്കുക. ഇവിടെ വന്ന് ഡോക്ടറെ കാണുക എന്നുള്ളത് നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ. നാട്ടിൽ പോകുമ്പോൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുക. നാട്ടിൽ നിന്ന് വരുമ്പോൾ ആവശ്യത്തിനുള്ള മരുന്നും ഗുളികകളും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കുക. അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന്